നടൻ സുധീർ കരമനയെ സ്ഥാനാർത്ഥിയാക്കിയതിൽ ജനാധിപത്യ കേരള കോൺഗ്രസിന് അതൃപ്തിയുണ്ടെന്നുള്ള വാർത്തകൾ പുറത്തുവരികയാണ്. പാർട്ടിയോട് ആലോചിക്കാതെ തീരുമാനമെടുത്തതിലെ അതൃപ്തി സംസ്ഥാന കമ്മിറ്റി LDF നേതൃത്വത്തെ അറിയിച്ചു. കോട്ടയത്ത് ചേർന്ന യോഗത്തിൽ ആന്റണി രാജു പങ്കെടുത്തില്ല. അതിനിടെ സുധീർ കരമന ഇന്ന് പരസ്യ പ്രചാരണം തുടങ്ങും. ഇന്നലെ BJPയും മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചതോടെ മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പ് ചിത്രം തെളിഞ്ഞു. സുനിൽ ഐസക് വിവരങ്ങൾ നൽകും. സുനിൽ, അപ്പോൾ ആന്റണി രാജുവിന്റെ കേസിൽ എന്ത് തീരുമാനമുണ്ടാകുമെന്ന് കരുതി കാത്തിരുന്നു തിരുവനന്തപുരം സെൻട്രലിൽ ഏറെക്കാലം. എന്നാൽ അതിൽ ഒരു തീരുമാനമാകാതെ വന്നതോടുകൂടിയാണ് സുധീർ കരമനയിലേക്ക് CPM നേതൃത്വം എത്തിയത്. എന്നാൽ ഈ ഒരു തീരുമാനത്തിൽ ഒരു എതിർപ്പ് അത് ആന്റണി രാജുവിനില്ല, പക്ഷേ പാർട്ടിയിലുണ്ടെന്നാണോ? ജിൽസി ആദ്യം സൂചിപ്പിച്ചതുപോലെ 140 നിയമസഭാ മണ്ഡലങ്ങളിലും കൃത്യമായി ചിത്രം തെളിഞ്ഞത് ഇന്നലെ വൈകിട്ടോടുകൂടിയാണ്. പലയിടങ്ങളിലും ചില ആശയക്കുഴപ്പങ്ങളും സന്നിഗ്ധാവസ്ഥയൊക്കെ മുന്നണികൾക്ക് ഉണ്ടായിരുന്നു. അതൊക്കെ പൂർണ്ണമായത് ഇന്നലെയാണ്. പക്ഷേ ഇന്നലെയോടുകൂടി എന്ന് വെച്ചാൽ എല്ലാ മണ്ഡലങ്ങളിലും 140 നിയമസഭാ മണ്ഡലങ്ങളിലും 3 മുന്നണികൾക്കും സ്ഥാനാർത്ഥിയായിരിക്കുന്നു. കൃത്യമായൊരു മത്സര ചിത്രം തെളിയുകയും ചെയ്തിരിക്കുന്നു. ഇന്നലെ മറ്റൊരു പ്രത്യേകതയുള്ളത് ജിൽസി പറഞ്ഞതുപോലെ തന്നെ ഇന്നലെ ഈ നാമനിർദ്ദേശ പത്രികാ സമർപ്പണത്തിന്റെ ഒരു തിരക്കായിരുന്നു. ഇന്നലെ 537 നാമനിർദ്ദേശ പത്രികകളാണ് ഇതുവരെയായി സമർപ്പിച്ചിട്ടുള്ളത്. അതിൽ 505 നാമനിർദ്ദേശ പത്രികയും ഇന്നലെ ഒറ്റ ദിവസമാണ് സമർപ്പിച്ചത്. എന്തായാലും ബാക്കിയുള്ള സ്ഥാനാർത്ഥികൾ നാളെ പത്രിക സമർപ്പിക്കും. പത്രിക സമർപ്പിക്കാൻ നാളെ അവസാന ദിവസമാണ്. അതുകൊണ്ട് നാളെയും ഈ പറഞ്ഞതുപോലെ ഈ പത്രികാ സമർപ്പണവുമായിട്ടുള്ള ഒരു തള്ളിക്കയറ്റം തന്നെ നാളെയും ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും കളം നിറഞ്ഞു കഴിഞ്ഞു. സ്ഥാനാർത്ഥികളൊക്കെ നേരത്തെ നമ്മളിങ്ങനെ ചില സ്ഥാനാർത്ഥികളൊപ്പം കൂടെ പോയിരുന്നു. അവരൊക്കെ രാവിലെ മുതൽ തന്നെ അവരുടെ പര്യടനങ്ങൾ, പ്രചരണ പ്രവർത്തനങ്ങളൊക്കെ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് തിരുവനന്തപുരത്തേക്ക് വന്നാൽ, തിരുവനന്തപുരമാണ് ഈ പറഞ്ഞതുപോലെ മുന്നണികളെ സംബന്ധിച്ചൊരു കീറാമുട്ടിയായി മുന്നിലുണ്ടായിരുന്ന ഒരു മണ്ഡലം. ആദ്യം അത് UDFനെ സംബന്ധിച്ച് പ്രശ്നങ്ങളുണ്ടായിരുന്നു. UDFിൽ അത് കോൺഗ്രസിന് വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പല ഭൈമീ കാമുകന്മാരും ആ സീറ്റ് ലക്ഷ്യമിട്ട് വരുന്ന കാഴ്ച നമ്മൾ കണ്ടിരുന്നു. പക്ഷേ കോൺഗ്രസ് ഒരു നിലപാടെടുത്തു. കുറെ കാലമായി അത് നമുക്ക് ഒപ്പമുള്ള CP ജോണിന് കൊടുക്കാമെന്ന്. അങ്ങനെ CP ജോണിന് ഉറപ്പിച്ചു. പിന്നാലെയുള്ള പ്രതിസന്ധി എന്ന് പറയുന്നത് നമുക്കറിയാവുന്ന പോലെ ഈ ഉണ്ടിമുതൽ കേസുമായി ബന്ധപ്പെട്ട് ആന്റണി രാജുവിന് അനുകൂലമായ കോടതി വിധി വരാത്ത പശ്ചാത്തലത്തിൽ അവിടെ ജനാധിപത്യ കേരള കോൺഗ്രസ് നിർദ്ദേശിക്കുന്ന ഒരാളെ സ്ഥാനാർത്ഥിയാക്കാം എന്ന ഒരു തീരുമാനത്തിലേക്ക് ആദ്യം CPM എത്തിയിരുന്നു. പക്ഷെ അവർക്ക് അനുയോജ്യനായ ഒരു സ്ഥാനാർത്ഥിയെ കണ്ടെത്തി നൽകാൻ കഴിയാതെ വന്നതോടുകൂടിയാണ് CPM തന്നെ ആ വിഷയത്തിൽ നേരിട്ട് ഇടപെടുകയും നടൻ സുധീർ കരമനയെ അവിടെ സ്ഥാനാർത്ഥിയാക്കാൻ തീരുമാനിക്കുകയും ചെയ്യുന്നത്. അവിടെ സുധീർ കരമന ഇന്നലെ ഔദ്യോഗികമായി സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കപ്പെടുന്നു. പിന്നാലെയാണ് കോട്ടയത്ത് ജനാധിപത്യ കോൺഗ്രസിന്റെ സംസ്ഥാന കമ്മിറ്റി ഈ വിഷയത്തിൽ ഒരു അതൃപ്തി നേതൃത്വത്തെ അറിയിക്കുന്നത്. കാരണം ഏതെങ്കിലും തരത്തിലുള്ള കൂടിയാലോചനകൾ ഞങ്ങളുമായി നടത്തിയിട്ടില്ല, നമ്മളോട് കൂടി ആലോചിച്ചിട്ട് വേണമായിരുന്നു. അവിടെ ഒരു സ്ഥാനാർത്ഥി മണ്ഡലമാണ്, ഞങ്ങളുടെ കൂടെ ഒരു ചർച്ചയില്ലാതെ ഏകപക്ഷീയമായി CPM സ്ഥാനാർത്ഥിയെ നിർണയിച്ചത് മുന്നണി മര്യാദക്ക് നിലപാട്. തിരിച്ചെത്താം. ഓഡിയോയിൽ ചില സാങ്കേതിക തകരാറുകളുണ്ട്, അത് കൃത്യമായി കേൾക്കാൻ കഴിയുന്നില്ല. ഓഡിയോയിടയ്ക്ക് മുറിഞ്ഞു പോകുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ ഇത് തന്നെയാണ് തിരുവനന്തപുരം സെൻട്രൽ. ഏറെ കൂടിയാലോചനകൾക്ക് ശേഷമാണ് നടൻ സുധീർ കരമനയിലേക്ക് CPM നേതൃത്വം എത്തിച്ചേരുന്നത്. അങ്ങനെ സുധീർ കരമനയെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കുകയും അതിൽ അദ്ദേഹം പ്രചാരണമൊക്കെ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതിനകത്തും ഒരു അസംതൃപ്തി ഉണ്ട് എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. കാരണം ഇതിൽ ജനാധിപത്യ കേരള കോൺഗ്രസിന്റെ ഒരു സീറ്റായിരുന്നു, ആന്റണി രാജു മത്സരിച്ച് വിജയിച്ച സീറ്റാണ്. അപ്പോൾ അതിലൊരു തീരുമാനം, ആലോചന ഉണ്ടായില്ല. ജനാധിപത്യ കേരള കോൺഗ്രസുമായി ആലോചിക്കാതെയാണ് സുധീർ കരമനയുടെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചത്. അതിലൊരു അതൃപ്തി ജനാധിപത്യ കേരള കോൺഗ്രസ് മുന്നണിയിൽ രേഖപ്പെടുത്തുന്നു എന്നുള്ള വിവരങ്ങളാണ് സുനിൽ ഐസക് തിരുവനന്തപുരത്ത് നിന്ന് നൽകിയത്. സുനിൽ തുടരുന്നുണ്ട്. സുനിൽ, അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിലൊരു അതൃപ്തി ജനാധിപത്യ കേരള കോൺഗ്രസിനുണ്ട്. കാരണം അവസാന നിമിഷം വരെ ഒരുപക്ഷെ ആന്റണി രാജു തന്നെ ഹൈക്കോടതിയിൽ നിന്നടക്കം ഒരു അനുകൂല വിധി സമ്പാദിച്ചുകൊണ്ട് മത്സര രംഗത്ത് എത്തുമെന്ന് പറഞ്ഞൊഴിച്ചിട്ട സീറ്റാണ്. പക്ഷെ അതുണ്ടാവാത്തത് കാരണമാണ് സുധീർ കരമനയിലേക്ക് എത്തിച്ചേരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ജനാധിപത്യ കേരള കോൺഗ്രസിന്റെ സീറ്റ് എന്ന നിലയിൽ യാതൊരു തരത്തിലുള്ള ഒരു കൂടിയാലോചനയും ഉണ്ടായില്ല എന്നുള്ള പരാതിയാണോ ഇപ്പോൾ വരുന്നത്? അതെ, അത് തന്നെയാണ് പറഞ്ഞത്. എന്തോ സാങ്കേതിക പ്രശ്നം വന്നിരുന്നു തോന്നുന്നു എൽസി. അതായത് ജനാധിപത്യ കേരള കോൺഗ്രസിനോട് CPM പറഞ്ഞിരുന്നു, നിങ്ങൾ കൊള്ളാവുന്ന അനുയോജ്യനായ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തൂ, അല്ലെങ്കിൽ അവരെ നിർദ്ദേശിക്കൂ, അവരെ നമുക്ക് പരിഗണിക്കാമെന്ന്. പക്ഷേ ജനാധിപത്യ കേരള കോൺഗ്രസിന് അങ്ങനെ കൊള്ളാവുന്നൊരു സ്ഥാനാർത്ഥിയെ നിർദ്ദേശിക്കാൻ കഴിയാതെ വന്നതോടുകൂടിയാണ് ദിവസം അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തുന്നു. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ നാളെയും കൂടെ ദിവസമുള്ളൂ. പ്രചരണത്തിന് 16 ദിവസമാണ് ബാക്കിയുള്ളത്. അതുകൊണ്ട് CPM തന്നെ ആ വിഷയത്തിൽ ഇടപെടുകയും അവരൊരു സ്ഥാനാർത്ഥിയെ കണ്ടെത്തുകയും സുധീർ കരമനയെ ഇന്നലെ സ്ഥാനാർത്ഥിയായി A. വിജയരാഘവനെ പ്രഖ്യാപിക്കുകയും ചെയ്തു.
പക്ഷേ ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന്റെ സമയങ്ങളിൽ എവിടെയും നമ്മൾ ജനാധിപത്യ കേരള കോൺഗ്രസുകാരെ കണ്ടില്ല. മാത്രമല്ല അവരോട് കൃത്യമായ ഒരു ആലോചന, ആശയവിനിമയം ഉണ്ടായില്ല എന്നുള്ളതാണ് അവരുടെ ഒരു പരാതി. തിരുവനന്തപുരത്തെ സംബന്ധിച്ച് മറ്റ് രസകരമായ കാര്യങ്ങൾ വേറെയുമുണ്ട്. അതായത് BJPയും അവിടെ ഇന്നലെ വൈകുന്നേരത്തോടുകൂടിയാണ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നത്. BJP അവിടെ കരമന ജയനെ സ്ഥാനാർത്ഥിയാക്കി, അവിടെ ജില്ലാ പ്രസിഡന്റിനെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കുന്നു. അതിന് തൊട്ടു പിന്നാലെ തന്നെ സുരേന്ദ്രൻപിള്ള RJDയിലേക്ക് തിരികെ പോകുന്ന ഒരു കാഴ്ച കൂടി നമ്മൾ കണ്ടിരുന്നു. അതായത് സീറ്റ് വേണ്ട രീതിയിൽ LDFൽ ഫൈറ്റ് ചെയ്ത് സീറ്റ് വാങ്ങിയെടുക്കാൻ RJDക്ക് കഴിയുന്നില്ലെന്ന ആക്ഷേപം ഉന്നയിച്ച് വന്ന സുരേന്ദ്രൻപിള്ള ഇവിടെ LDFന്റെ സ്ഥാനാർത്ഥിയാവാനും BJPയുടെ സ്ഥാനാർത്ഥിയാവാനും ശ്രമം നടത്തിയിരുന്നു എന്നാണ് ലഭിക്കുന്ന വാർത്തകൾ. അത്തരം ചില ചർച്ചകളൊക്കെ നടത്തി. പക്ഷേ ഇന്നലെ വൈകുന്നേരം വരെ അദ്ദേഹത്തിന് പ്രതീക്ഷയുണ്ടായിരുന്നു തന്നെ ആരെങ്കിലും സ്ഥാനാർത്ഥിയാക്കുമെന്ന്. പക്ഷേ അതില്ലാതെ വന്നതോടുകൂടിയാണ് LDF BJP സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് പിന്നാലെ മാതൃസംഘടനയിലേക്ക് അദ്ദേഹം തിരികെ പോകുന്ന കാഴ്ച കൂടി കണ്ടു. അങ്ങനെ രസകരമായ ചില കാര്യങ്ങൾ, ചില തമാശകൾക്കും കൂടി ഈ തെരഞ്ഞെടുപ്പ് കാലം സാക്ഷ്യം വഹിക്കുന്നുണ്ട് എന്നതും തിരുവനന്തപുരം മണ്ഡലത്തിന്റെ ഒരു പ്രത്യേകതയാണ്.